ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ. നോക്ക് ഗൈസ്, മൊത്തം വെള്ളം നിറഞ്ഞേക്കാണ്. അവിടെ ഒരു ചേച്ചി ഫുട്പാത്തിൽ കൂടെ പോകുന്നു. ഗൈസ്, ചേച്ചി ഫുട്പാത്തിൽ കൂടെ ഗൈസ് നോക്കൂ. അമ്മ ചെടികളെടുത്തതാ അങ്ങേ അറ്റത്ത് കയറ്റി വെച്ചേക്കാണ്. അവിടെ ഒരു ചുവപ്പ് കളർ കണ്ടില്ലേ, അത് റോസാപ്പൂവാണ് ഗൈസ്. അമ്മതായിപ്പോൾ മറ്റേ കുരുമുളക് ചെടി കൊണ്ടുപോയി വെക്കാൻ പോവാണ് ഗൈസ്. നല്ല പാടാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, കണ്ടോ, നന്നായിട്ട് വെള്ളമാണ് ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് മൊത്തം വെള്ളമാണ്. അവിടെ പാടം, പിന്നെ ബാക്കിലൊരു പാടമുണ്ട് ഗൈസ്. കൊണ്ടു അമ്മ അതൊക്കെ എടുത്ത് കരയെ കൊണ്ടേ വെക്കാൻ നോക്കുവാണ് ഗൈസ്. അതിനിടക്ക് ഞാനൊരു ചൂണ്ടയും കൂടെ ഇട്ടു ഗൈസ്. ഇവിടെ എങ്ങനെ മീൻ വരുമെന്ന് വെച്ചതാ, ഈ കാണുന്ന പാടം കണ്ട, ഈ കാണുന്ന പാടത്തിൽ നിന്ന്, ബാക്കിലെ പാടത്തിൽ നിന്നാണ് ഇത് നിറഞ്ഞത്, ഈ പുറത്ത പാടം. അങ്ങനെ ആ ബാക്കിലത്തെ പാടം നിറഞ്ഞ് ഇവിടുത്തെ പാടത്തിലേക്ക് കുറച്ച് മീനൊക്കെ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണിത്. ഈ കാണുന്ന ചൂണ്ടയൊക്കെ ഞാൻ ഇടുന്നത്. ഇന്നലെയാണോ എന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ എന്നോ ഒരു ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇന്നലെയാണോ എന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അമ്മേനെ കാണാനില്ല ഗൈസ്. ഞാൻ ബാക്കിലേ കുറച്ച് ഒച്ച കേട്ടായിരുന്നു. ചിലപ്പോൾ തമ്മിയിരിക്കും ഗൈസ്. ചൂണ്ട ഞങ്ങളുടെ തങ്കീസ് വെച്ചാണ് ഇതേക്കണം, അതുകൊണ്ട് കാണാൻ പറ്റില്ല ഗൈസ്. ഗൈസ് അത് കണ്ട, അമ്മ അതൊക്കെ എടുത്ത് അവിടെ ഫിറ്റ് ചെയ്തിട്ട് ചെടി എടുത്ത് അതിൻ്റെ പൊക്ക